Hi friends, ഇന്ന് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വാഴയില വെച്ചിട്ടുള്ള ഒരു ഹൽവയുടെ റെസിപ്പിയാണ്. ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് വാഴയിലയാണ്. നമ്മൾ വാഴയില അരച്ച് അതിന്റെ നീരിലാണ് നമ്മൾ ഇന്ന് ഹൽവ തയ്യാറാക്കുന്നത്. ഒരുപാട് പോഷകമൂല്യങ്ങളുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒരുപാട് വയർ സംബന്ധമായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് നമ്മൾ വാഴക്കൂമ്പ്, വാഴപ്പിണ്ടിയൊക്കെ ഉപയോഗിക്കാറുണ്ട്. സാധാരണ ആരും വാഴയില ഉപയോഗിച്ച് കാണാറില്ല. വാഴയില നമ്മൾ പൊതി കെട്ടാനൊക്കെയാണ് അല്ലെങ്കിൽ സദ്യക്കൊക്കെയാണ് എടുക്കുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ വാഴയിലയുടെ നീര് കൊണ്ട് ഒരു ഹൽവ ഉണ്ടാക്കുകയാണ്. ആദ്യം നമുക്ക് വേണ്ടത് ഒരുപാട് വാഴയിലയൊന്നും വേണ്ട, ഏകദേശം ഒരു 2 വാഴയില, നമ്മൾ ഈ വീഡിയോയിൽ കാണുന്ന അത്രയും വാഴയില മതി. അതിൻ്റെ നമുക്ക് കട്ട് ചെയ്ത് അതിൻ്റെ നടുക്കുള്ള ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമ്മുടെ ആ പച്ച ഭാഗത്തുള്ള ലീഫ് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മിക്സിയിലേക്ക് ഇട്ട് അരച്ചെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്താണ് നമ്മുടെ വാഴയില അരച്ച് അതിൻ്റെ നീരെടുക്കുന്നത്. ഇതുപോലെ നല്ലതുപോലെ മിക്സിയുടെ ജാറിൽ ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്റ്റെയിനർ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചെടുത്ത വാഴയിലയുടെ ജ്യൂസ് ഏകദേശം 1 കപ്പോളം ഉണ്ട്. നമുക്കിനി ഇതിലേക്ക് 1 കപ്പോളം വെള്ളം കൂടി ചേർക്കണം. അതാണ് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊപ്പോർഷൻ. 1 ഗ്ലാസ് വാഴയിലയുടെ ജ്യൂസിന് 1 ഗ്ലാസ് വെള്ളം. അത് ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കോൺഫ്ലവറും പഞ്ചസാരയുമാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 100 ഗ്രാമോളം കോൺഫ്ലവറാണ്. അതും നമുക്ക് ആ വാഴയിലയുടെ ജ്യൂസിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും തന്നെ കട്ടകളില്ലാതാണ് നമ്മൾ ഇത് മിക്സ് ചെയ്തെടുക്കേണ്ടത്. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 100 ഗ്രാമോളം പഞ്ചസാരയാണ്. ഇത് രണ്ടും നല്ലതുപോലെ അലിഞ്ഞ് ഡിസോൾവ് ആയി വരുന്നത് വരെ നമുക്ക് ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഹൽവയുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൽവയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഹൽവ തയ്യാറാക്കാനുള്ള ഉരുളിയിലേക്ക് നമുക്ക് ഉരുളി ഒന്ന് ചൂടായി വരുമ്പോൾ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് നമുക്കിതിലേക്ക് ആവശ്യമായ കാഷ്യൂ നട്ടും ഒന്ന് വറുത്തെടുക്കണം. കാഷ്യൂ നട്ടിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കോരിയെടുത്ത് മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം. ആ നെയ്യിലേക്ക് തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വാഴയിലയുടെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം.
നമ്മുടെ ഹൽവ തയ്യാറായി വരാനായി ഏകദേശം ഒരു 20 മിനിറ്റോളം എടുക്കും. അതുവരെ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കണം. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. ഒന്ന് തിള വന്നതിന് ശേഷം നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്കാക്കി നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് ഹൽവ. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ചേഞ്ചായി നല്ലൊരു ഗ്രീനിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഒട്ടും തന്നെ കൈവിടാതെ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. മൂട്ടിലൊന്നും പിടിക്കാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മൾ കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇപ്പം നോക്ക്, നമ്മുടെ ഹൽവയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലൊരു ഡാർക്കിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ ഹൽവ റെഡിയാവുമെന്ന്. നല്ലപോലെ കുമിളകളൊക്കെ വന്ന് നല്ല ബബിൾസുകളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇനി ഈ ഒരു ടൈമിൽ നമ്മളൊരു ഏകദേശം ഒരു 7-8 കാടമം നമ്മൾ നല്ലതുപോലെ ഒന്ന് പൊടിച്ചതിന് ശേഷം അതിൻ്റെ സീഡും അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നമ്മുടെ പാത്രത്തിൻ്റെ അടിയിൽ പിടിക്കുന്നു എന്ന് നമ്മൾ തോന്നുന്ന ടൈമിലാണ് നമ്മൾ നെയ്യ് ആഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാവുമ്പോൾ നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരുന്ന കാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ കിസ്മിസും ബദാമും ഒക്കെ തന്നെ വറുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ, അതായത് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നൊരു ടൈം ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഹൽവ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ഗ്ലാസ് ബൗളിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാഷ്യൂവും വെള്ള എള്ളും ചേർത്ത് ഞാൻ ഒന്നുകൂടി ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഹൽവയുടെ കൂട്ട് തണുക്കുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലും ഞാൻ കുറച്ചൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. ഒരു മണിക്കൂറോളം നമുക്ക് തണുക്കാനായി മാറ്റി വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞാൽ നമ്മുടെ ഹൽവ ഇവിടെ റെഡിയാവും. ഇതായത് കണ്ടോ, നമ്മുടെ ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ തണുത്ത്. ഇനി നമുക്കിതൊന്ന് അൺമോൾഡ് ചെയ്തതിന് ശേഷം നല്ല ചെറിയ ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഹൽവ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന, അതോടൊപ്പം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ബനാനയുടെ ഇല വെച്ചുള്ള നമ്മുടെ ഹൽവ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.